നമസ്കാരം. ഇപ്പോൾ ഈ വാർത്ത ഞാൻ ചെയ്യുമ്പോൾ അമേരിക്ക ആശങ്കയുടെ വക്കിലാണ്. അമേരിക്കയിലെ 10 സംസ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായി ചുഴലിക്കൊടുങ്കാറ്റ് വീശും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന ഇല്ലിനോയ് സ്റ്റേറ്റിലും ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പോകുന്ന ടെക്സാസിലുമൊക്കെ ഈ ചുഴലിക്കൊടുങ്കാറ്റ് ഭീഷണിയുണ്ട്. അമേരിക്കയുടെ ഒരു പ്രത്യേകതരം കാലാവസ്ഥാ സംവിധാനമാണിത്. നാളെ ഞാൻ ഇവിടെ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് പോവുകയാണ്. ലോസ് ആഞ്ചലസിലും ശനിയാഴ്ച ഒരു പബ്ലിക് പരിപാടിയുണ്ട്. അതിന് വിശദാംശങ്ങൾ ഞാൻ ഈ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. ലോസ് ആഞ്ചലസിലെ മെത്തഡിസ്റ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങായിരിക്കും ഒരുപക്ഷെ എൻ്റെ ഈ അമേരിക്കൻ ട്രിപ്പിലെ ഏറ്റവും ഒടുവിലത്തെ പരിപാടി. ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു വാർത്ത സ്വിറ്റ്സർലൻഡിൽ നിന്ന് കേൾക്കുന്നതാണ്. വെസ്റ്റേൺ സ്വിറ്റ്സർലൻഡിലെ ഒരു ബസ്സിൽ ഒരാൾ ബോധപൂർവം അഗ്നിബാധയുണ്ടാക്കി എന്ന റിപ്പോർട്ടാണ്. അത് ഭീകരാക്രമണമാണോ എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് സംശയമുണ്ട്. പോലീസ് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. ബസ്സിൽ കയറിയ ഒരാൾ സ്വയം തീയിടുകയും അയാൾ ആ ബസ്സിലുള്ളവരെ തീയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തെന്നും ബസ് പൂർണ്ണമായും അഗ്നിബാധയിൽ നശിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ. 6 പേർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അത് ഭീകരാക്രമണം ആണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ള സ്ഥിരീകരണം ഒന്നുമില്ല. ഇത് 2 സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഇന്നത്തെ യുദ്ധവാർത്തയിലേക്ക് പോവുക സാധ്യമാവൂ. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതിൻ്റെ സൂചനകളോടെ നടത്തിയ പത്രസമ്മേളനങ്ങളും പ്രസംഗങ്ങളുമായിരുന്നു വിഷയമെങ്കിൽ അത്തരത്തിൽ ഒരു സൂചനയും വ്യക്തതയും ഇന്നലത്തെ ദിവസത്തിൽ സംഭവിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്ന സൂചന പറഞ്ഞു. കാലാൾപ്പടയെ അയക്കുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. എന്ന് വെച്ചാൽ അമേരിക്ക യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു എന്ന ഒരു സൂചനയായിരുന്നു പുറത്തു വന്നത്. അതിൻ്റെ കാരണമായി ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതിൻ്റെ ഫലമായി ട്രംപ് ഭാഗികമായി യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു. എന്നാൽ ആ വാർത്ത പുറത്തേക്ക് വന്നതല്ലാതെ ഇന്നലെ അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു മുന്നേറ്റവും ഉണ്ടായില്ല. ഒരുപക്ഷെ ട്രംപ് അങ്ങനെ ആഗ്രഹിച്ചാലും ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാവാം അത് സംഭവിക്കുന്നത്. ഇസ്രയേൽ ഇന്നലെ ഇതിനു മുൻപുള്ള ദിവസങ്ങളേക്കാൾ ശക്തമായി ഇറാനെ ആക്രമിച്ചു എന്നാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വലിയ തോതിൽ ഇറാനിൽ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് അഗ്നി വിതറുകയായിരുന്നു ഇസ്രയേൽ. നേരത്തെ മുതൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ യുദ്ധത്തിൽ മുൻപിൽ നിന്ന് പോരാടുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണിത്. അമേരിക്ക ഒപ്പം നിൽക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന സൂചനകൾ നൽകിയപ്പോഴും ഇസ്രയേൽ അത് ഗൗരവത്തിലെടുക്കാതെ കടുത്ത ആക്രമണം ഇന്നലെയും അഴിച്ചുവിട്ടു. ടെഹ്റാൻ നഗരം ഇന്നലെയും നിന്ന് കത്തുകയായിരുന്നു. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ട്രംപും നെതന്യാഹുവും ആഗ്രഹിക്കുന്നത് പോലെ ഇറാനിൽ വീണ്ടും വിമത പ്രവർത്തനം ശക്തമായിട്ടുണ്ട്. ഇന്നലെ നെതന്യാഹു അതിശക്തമായ രീതിയിൽ ആഹ്വാനം നടത്തി എല്ലാ ഇറാനികളോടും അയത്തുള്ള ഖൊമനായിയുടെ ഭരണം അവസാനിപ്പിക്കാൻ രംഗത്ത് വരാൻ. ഇത്തരത്തിൽ ചില വിമത സൂചനകൾ, ലഹള സൂചനകൾ പുറത്തു വന്നതോടെ ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ സമയത്ത് ഈ രാജ്യം ഒരു യുദ്ധാന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, രാജ്യത്തിന് നേരെ ശത്രുക്കൾ ആക്രമണം നടത്തുമ്പോൾ ആരെങ്കിലും തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ സമരത്തിന് ശ്രമിച്ചാൽ അവരെ ശത്രുവായി കരുതി ജയിലിലടയ്ക്കും, തീർത്തുകളയും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്ര ശക്തമായ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് തന്നെ ഇത്തരം ലഹളകൾ അടിച്ചമർത്തി ഇറാനിയൻ പട്ടാളവും മിലിറ്ററി പോലീസും രംഗത്തുണ്ടെന്നും അതുകൊണ്ട് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന കലാപം വ്യാപിക്കില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ബ്രിട്ടനിലെ ഗ്ലോസ്റ്റർഷയറിലുള്ള ഫെയർഫീൽഡ് വ്യോമതാവളത്തിൽ നിന്നും അമേരിക്കയുടെ B-2, B-1 യുദ്ധവിമാനങ്ങൾ, ഒരുപക്ഷെ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകളാണ്, അവ പറന്നുയർന്നതായി റിപ്പോർട്ടുകളുണ്ടായി. എന്ന് വെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോഴും യുദ്ധത്തിൻ്റെ ശക്തി കൂട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ഇറാനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ വാചക കസർത്തിന് ഒട്ടും കുറവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇറാൻ പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് സൂക്ഷിച്ചോ, ട്രംപ് നിങ്ങളുടെ ജീവനെടുക്കാൻ ഞങ്ങൾ ഏതു നിമിഷവും തയ്യാറാണ്, സൂക്ഷിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഇറാൻ പറയുമ്പോൾ നമ്മുടെ ചന്ദ്രിക ദിനപത്രവും മാധ്യമം ദിനപത്രവും ഒക്കെ അത് വലിയ വാർത്തയാക്കുന്നുണ്ട്. ട്രംപ് പേടിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അവരുടെ ഡയലോഗുകൾ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കാറുണ്ട്, ഇറാനികളെക്കാൾ ആവേശം നമ്മുടെ ചില മാധ്യമങ്ങൾക്കാണ്. അത് കേവലം ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമത്തിന് മാത്രമല്ല,
മുസ്ലിം ലീഗിന് ചന്ദ്രികയ്ക്ക് പോലും ആവേശമുണ്ട്. നെതന്യാഹു കൊല്ലപ്പെട്ടതായി സൂചന എന്നൊക്കെയാണ് ഇവർ വാർത്ത കൊടുക്കുന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടോ എന്ന് ചോദിച്ച് നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ വീരന്മാർ പരസ്പരം ഇമോജി ഇട്ട് കളിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ മോഹമാണ്, ആഗ്രഹമാണ്. പക്ഷെ അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇസ്രായേലും അമേരിക്കയും മുന്നേറുകയുമാണ്. അങ്ങനെ യുദ്ധത്തിന് ഒരു കുറവുമില്ലാത്ത സൂചനകൾ പുറത്തു വരുന്നു. മാത്രമല്ല, ലെബനോനിലേക്കുള്ള ആക്രമണം തുടരുന്നുണ്ട്. ലെബനോനിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ അനേകം പേർ കൊല്ലപ്പെട്ടതായി ലെബനീസ് സർക്കാർ അറിയിക്കുമ്പോൾ ഇറാൻ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ഡിപ്ലോമാറ്റിക് പരിരക്ഷയുള്ള 5ഓളം ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു ബെയ്റൂട്ടിലെ റമദ ഹോട്ടലിന് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലെബനോനിൽ കടുത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിഗണനയുമില്ലാതെ ഇസ്രായേൽ ലെബനോനെ ഇറാനെ നേരിടുന്നതിൻ്റെ ഭാഗമായി, ഹിസ്ബുള്ളയെ നേരിടുന്നതിൻ്റെ ഭാഗമായി നേരിടുന്നു എന്ന് തന്നെയാണ്. ഇറാൻ വാചകമടി നടത്തുമ്പോഴും ഇസ്രായേലും അമേരിക്കയും ശക്തമായ മുന്നറിയിപ്പുമായി യുദ്ധം മുറുക്കിയിരിക്കുന്നു. യുദ്ധത്തിന് കുറവ് വരുന്ന ഒരു ലക്ഷണവുമില്ല. ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് യുക്രൈൻ്റെ യുദ്ധപരിചയവും അവരുടെ ഡ്രോണുകളെ നിർവീര്യമാക്കാനുള്ള കഴിവുമൊക്കെ ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ വിദഗ്ധരെ അയക്കുന്നുവെന്നാണ്. അതേസമയം ഇറാൻ പഴയതുപോലെ തന്നെ അയൽ രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണം തുടരുന്നുണ്ട്. ഇറാന്റെ കടുത്ത വ്യോമാക്രമണത്തിൽ UAE-യിലെ അബുദാബിയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല അടച്ചുപൂട്ടി എന്ന് റിപ്പോർട്ടുണ്ട്. ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അത് തീ പിടിച്ച് പടരുന്നത് ഒഴിവാക്കാൻ വേണ്ടി അടച്ചുപൂട്ടുകയും ചെയ്തു. ഇത് എണ്ണ പ്രതിസന്ധി രൂക്ഷമാക്കും. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് $2.9 ബാരലിന് എണ്ണവിലയെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് $3.5 ബാരലിന് എണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അമേരിക്കയിലും ആഭ്യന്തരമായ പ്രതിരോധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട്. എന്നാൽ യുദ്ധം അവസാനിക്കുന്ന സൂചനയൊന്നും ഒരിടത്തും ഇപ്പോഴും വരുന്നില്ല. ഇതിനിടയിൽ 140ഓളം അമേരിക്കൻ പട്ടാളക്കാർക്ക് ഈ യുദ്ധത്തിന്റെ ഭാഗമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് പെന്റഗൺ വിശദീകരിച്ചിട്ടുണ്ട്. 8 പേർ കൊല്ലപ്പെട്ടു എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതിന് കൂടിയാണ് 140 അമേരിക്കൻ പട്ടാളക്കാർക്ക് പരിക്കേറ്റ വിവരം പുറത്തേക്ക് വരുന്നത്. ഡെത്ത്, ഫയർ ആൻഡ് ഫ്യൂറി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്നലെ ഇറാന്റെ മേലുള്ള തൻ്റെ പുതിയ ആക്രമണ പദ്ധതിയെ വിശേഷിപ്പിച്ചത്. എന്ന് വെച്ചാൽ യുദ്ധം അവസാനിക്കുന്ന സൂചനയൊന്നുമില്ല. അവസാനിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും യുദ്ധത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ലാതെ ഇരുട്ടിൽ തപ്പേണ്ട സാഹചര്യമുണ്ടെന്നും ഇറാൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യുദ്ധാന്തരീക്ഷത്തിന് തണുപ്പുണ്ടായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ യുദ്ധം തുടരുന്നു എന്നുമാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. അതേസമയം തുർക്കിയുടെ അതിർത്തി കടന്ന് ഇറാന്റെ മിസൈലുകൾ വർഷിച്ചത് പുതിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആവേശത്തോടുകൂടി ആ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ് തുർക്കി. തുർക്കിയെയും ഇറാൻ വെറുതെ വിടാത്തത് പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇന്നലെയും UAE-ക്ക് നേരെയും തുർക്കിക്ക് നേരെയും ബഹ്റൈന് നേരെയും കുവൈറ്റിന് നേരെയും ഒക്കെ ഇറാന്റെ ആക്രമണം തുടർന്നു. മിസൈലുകൾ പ്രവഹിക്കുകയാണ്. അവയെല്ലാം പ്രതിരോധിക്കുന്നതായി UAE-യും സൗദി അറേബ്യയും ഒക്കെ അറിയിക്കുമ്പോഴും യുദ്ധാന്തരീക്ഷത്തിൽ അയവൊന്നും വന്നിട്ടില്ല. യുദ്ധത്തിൻ്റെ തന്ത്രത്തിൽ ഇനി എന്തുതരം മാറ്റമുണ്ടാവും എന്ന് സൂചനയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു പോകാൻ കഴിയുന്നൊരു യുദ്ധമല്ലാതെ. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും ഇസ്രായേൽ യുദ്ധം മുറുക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് തുടങ്ങിയ ഊഹാപോഹങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ഇറാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. ഇറാന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ നാട്ടിലെ ചില ജന്മങ്ങൾ ആവേശം കൊള്ളുന്നത്. എന്തായാലും യുദ്ധം തുടരുകയാണ്. അത് അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിലില്ല.